7 into 8. 7 into 8. അയ്യോ അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്ലസ് 1 പ്ലസ് 2 SSLC 8 9 സ്റ്റുഡൻസ് ആര് വേണമായിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സിമ്പിൾ ചോദ്യം, ആൻസർ ചോദിക്കുന്ന സിമ്പിൾ ചോദ്യം. നിങ്ങൾക്ക് 10/5 അറിയാം. ആൻസർ ചെയ്തോ. 10/5 എന്താ? 2. അതൊക്കെ അറിയാം, അതൊക്കെ സിമ്പിൾ കാര്യം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് 4/0. ഈ വീഡിയോ ഇപ്പോൾ പോസ് ചെയ്യുക, ആൻസർ ചെയ്യാം. 4/0 പോസ് ചെയ്യുക, എന്നാൽ ആൻസർ ചെയ്യാം. എന്നിട്ട് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്തിട്ട് നിങ്ങൾ ബാക്കി കണ്ടാൽ മതി. എല്ലാവരും ആൻസർ ചെയ്യാം. നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും അച്ഛനും അമ്മയും എല്ലാവരും ആൻസർ ചെയ്യാം. ഇവിടെ എന്താണ് പരിപാടി? എന്നിട്ട് അതിന്റെ ശരിയായ ആൻസർ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ അർച്ചന മിസ്സിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാ. അപ്പൊ അർച്ചന മിസ് മാത്സ് അറിയോ നോക്കാം. ബയോളജി അടിപൊളിയായിട്ട് അറിയാമെന്ന് അറിയാം. മാത്സ് നമുക്ക് അറിയോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അർച്ചന മിസ് ആദ്യത്തെ ചോദ്യം 10/2 5. ഓ ഭയങ്കര സ്പീഡാണല്ലോ. 7 into 8. 7 into 8. അതല്ല ടോപ്പിക് ഇന്നത്തെ വീഡിയോയില്. 7/2. ഇതൊക്കെ എന്ത്? 10/1. 10. 100/10. 4/0. 4/0. 4/1 4. 4/0 എന്താണ്? ആലോചിച്ച് നോക്കാം. സിമ്പിൾ. അലക്സാനോട് ചോദിക്കരുത്. എഴുതിക്കോ, കണ്ണുകൂട്ടി എഴുതിക്കോ. മിസ്സിങ്ങനെ ആലോചിച്ചോക്ക്. 10/2 എന്താ? എഴുതിക്ക്. 10/2 5 എഴുതി. അപ്പൊ 5 into 2. ആ 2 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 5 into 2 ആയില്ലേ? എഴുതിക്ക്. 2 into 5 എന്താണ്? അങ്ങനെയാണ് ഇതും അങ്ങനെ ചെയ്ത് നോക്കി. 10/0. അപ്പൊ ഇത് എന്ത് മൾട്ടിപ്ലൈ? 0-ന്റെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടാ? എന്തായിരിക്കും ആൻസർ? 10 ആണോ ആൻസർ? 1-നോട് 0 മൾട്ടിപ്ലൈ ചെയ്താല് അത് 10 എന്നുള്ള 10 അല്ല. അയ്യോ അയ്യോ. അപ്പൊ അലക്സാർ പറയേ, എന്തുകൊണ്ട് 0 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോ എന്താ ആൻസർ എന്താ വേണ്ടത്? 0 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യും. ഇൻഫിനിറ്റിയിൽ അതൊക്കെ ലിമിറ്റ്സ്. പക്ഷെ സാധാരണ കുട്ടീനോട് എങ്ങനെയാ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യും. എന്താണ്? 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. എന്താ ഡിഫൈൻഡ് അല്ലത്? മാത്തമാറ്റീഷ്യൻസ് ബുദ്ധിയുള്ളവരല്ലേ? കാരണം ഈ യൂണീക്ക് ആൻസർ കിട്ടില്ല. ഇപ്പൊ 10/0 ഒരു നമ്പർ ആണെങ്കിൽ അത് 40/0 അതേ നമ്പർ. യൂണീക്ലി ഡിഫൈൻഡ് അല്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ അലക്സാർ, അടുത്തത് ഏകദേശം. അപ്പൊ നമുക്ക് എന്താണ് ഡിവിഷൻ ആദ്യം മനസ്സിലാക്കാം. അപ്പൊ അർച്ചനാമിസിന്റെ സുന്ദരമായിട്ടുള്ള ആൻസറുള്ള ബുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഡിവിഷൻ/0 എന്തുകൊണ്ട് പറ്റില്ല? നിങ്ങളുടെ മാത്സ് ടീച്ചേഴ്സ് പറഞ്ഞു നോട്ട് ഡിഫൈൻഡ് ആണ്. നിങ്ങൾ ആരോട് ചോദിച്ചാലും പറയാം അത് ഡിഫൈൻഡ് അല്ല, തെറ്റാണെന്ന് ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. മാത്സിൽ ഇത്രയും വലിയ സംഭവമാണ്. നിങ്ങളെന്താ ലോഗ്, കാൽക്കുലേഷൻ, മറ്റേത് മറിച്ചതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ 0 വരുമ്പോൾ പണി പാടും അല്ലേ? അപ്പൊ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. വളരെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അഡീഷൻ കൂട്ടാൻ പറഞ്ഞാൽ അറിയാലോ. എന്റെ കയ്യില് ഇവിടെ 3 പെന്നുണ്ട്, ഇവിടെ ഒരു പെന്നുണ്ട്. ഞാൻ ഈ 3ഉം 1ഉം കൂടി കൂട്ടുമ്പോൾ 3 + 1 എന്താണ്? 4. സിമ്പിൾ കാര്യം. അതെല്ലാവർക്കും അറിയാം. അഡീഷൻ എല്ലാവർക്കും അറിയാം. ഇനി ഞാൻ സബ്ട്രാക്ഷൻ കാണിക്കാം. എനിക്ക് 3 പെന്നിൽ നിന്ന് ഞാൻ ഒരെണ്ണം കുറയ്ക്കും. അർച്ചന മിസ് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു. അപ്പൊ എന്താ അർച്ചന മിസ് ഒരെണ്ണം എടുത്തോ. ബാക്കി എന്റെ കയ്യിൽ എത്ര ഉണ്ട്? 2 ഉണ്ട് അല്ലേ? അപ്പൊ ഡോറ ദി എക്സ്പ്ലോറർ സ്റ്റൈലിൽ നിങ്ങൾക്ക് എന്താണ് അഡീഷനും സബ്ട്രാക്ഷൻ മനസ്സിലായി. മൾട്ടിപ്ലിക്കേഷൻ എന്താണ് നിങ്ങൾക്ക് ഞാൻ തരാണ്. ഇതാ 2 എന്നുള്ള സാധനം വെച്ചു. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ 2 + 2 + 2 അല്ലെ, 2 + 2 + 2 സെയിം നമ്പർ വീണ്ടും വീണ്ടും ആഡ് ചെയ്യുന്നു. അപ്പൊ എന്താ കിട്ടിയത്? 2 2 2 എത്ര ആൻസർ? 6. കൈ കാണിച്ച 3 തവണ. ഓക്കെ ഓക്കെ, അപ്പൊ 6 കിട്ടി.
അതിന് പകരം നമുക്ക് ചെയ്യാം 2 എന്നുള്ള നമ്പർ 3 തവണ 3 into 2 എന്നുള്ള ഈ നമ്പർ നമ്മൾ 3 തവണ ചെയ്യും. 3 into 2 എന്താണ് 6. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് അഡീഷനെയാണ് മൾട്ടിപ്ലിക്കേഷൻ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താണ് ഇങ്ങനെയും ചെയ്യാം. ഇതെന്താണ് 2 into 3, 3 into 2, 3 into 2 സെയിം ആണ് സംഭവം. അപ്പൊ 3 സെറ്റുള്ള സാധനം ഞാൻ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യും, 2 തവണ ആഡ് ചെയ്യും. അതാണ് ശരിക്കും പറഞ്ഞ സംഭവം. അത് കിട്ടി. അപ്പൊ ഡിവിഷൻ എന്തായിരിക്കും? നമ്മൾ അഡീഷൻ കണ്ടു, റിപ്പീറ്റ് ചെയ്ത അഡീഷനെ മൾട്ടിപ്ലിക്കേഷൻ പറയും. സബ്ട്രാക്ട് ചെയ്ത് കണ്ടു, അപ്പൊ ഡിവിഷൻ എന്തായിരിക്കും? സബ്ട്രാക്ഷൻ. വെരി ഗുഡ്. ഒന്ന് മനസ്സിലായി, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ഒക്കെ ആണെന്ന്. പക്ഷേ നമുക്കത് കണ്ടു ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് 6 divided by 2. നമ്മൾ പണ്ട് സ്കൂളിൽ ഇങ്ങനെ പഠിക്കുക. ഇനി വലിയ സ്കൂളിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ 6 divided by 2 എന്നാണ്. 6 divided by 2 എന്നാണ് ഇതിന് മീൻ. 6ൽ നിന്ന് എത്ര പ്രാവശ്യം 2 കുറയ്ക്കാമെന്ന് ശരിക്കും പറഞ്ഞാൽ ചോദിക്കാം. എത്ര പ്രാവശ്യം 2 മൈനസ് ചെയ്യാം? ഇങ്ങനെ 6 - 2. ഞാൻ അതിൽ നിന്ന് എത്ര -2 ഇങ്ങനെ കുറയ്ക്കാമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് പെൻ വെച്ചിട്ട് കാണാം. എന്റെ കയ്യില് 3 6 പെന്നുണ്ട് എന്റെ കയ്യിൽ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഞാൻ 2 കുറയ്ക്കുന്നു. ഒരു പ്രാവശ്യം കുറച്ചു. നിങ്ങൾ എണ്ണം ഉണ്ടോ? 1 കൗണ്ട് ചെയ്യാം. ഞാൻ 2 ഒന്നും കൂടി കുറച്ചു. ഇപ്പൊ ബാക്കിയുണ്ട്. എനിക്ക് 6 തീർക്കണം. 6നെ മൊത്തം തീർക്കണം. ഒരു പ്രാവശ്യമായി, 2 പ്രാവശ്യമായി, ഞാൻ ഇയാളെയും കൂടി കുറച്ചാൽ മൂന്നാമത്തെ തവണ കുറയ്ക്കുമ്പോഴാണ് എനിക്ക് 6 മൊത്തം പോയി കിട്ടുന്നത്. അപ്പൊ എന്താ ചെയ്തത്? ഞാൻ 2 കുറച്ചു. എത്ര പ്രാവശ്യം കുറച്ചു? 2. എത്ര പ്രാവശ്യം കുറച്ചു? ഞാൻ 3 തവണ കുറച്ചു. അപ്പൊ 6 divided by 2 എന്ന് പറയുമ്പോൾ 3 കിട്ടി. ഇതാണ് ശരിക്കും പറഞ്ഞ ഡിവിഷൻ. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. അപ്പൊ ഡിവിഷൻ ഇനിയും ഡൗട്ട് ഉള്ളവരുണ്ടാവും. നമുക്ക് കുറച്ചൊരു വലിയ നമ്പർ എടുക്കാം. എന്നാ ഡൗട്ട് ഒക്കെ ക്ലിയർ. 8 divided by 4. അപ്പം 8 divided by 4, 8 എന്നുള്ള നമ്പറിന് എത്ര പ്രാവശ്യം 4 മൈനസ് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. എന്റെ കയ്യില് 3 2 പെന്നുണ്ട്. ഓക്കെ, 8 പെന്നുണ്ട് കയ്യിൽ. 4 പെന്ന് വെച്ച് കുറയ്ക്കുമ്പോൾ എപ്പോഴാണ് 8 തീരുക? ഈ 8 എണ്ണം തീർക്കണമെങ്കിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ 4 എണ്ണം മാറ്റിയിരുന്നു. ഓക്കെ, 4 എന്റെ പുതിയ സെറ്റ്. ഇത് കൂടിപ്പോയി അല്ലേ? ഓക്കെ, 4 പെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 4 പെന്ന് നമ്മൾ അസാമിസ് ഒരു പ്രാവശ്യം കൊടുത്തു. ഇതെന്താണ്? 4 പെന്ന് വീണ്ടും കൊടുക്കുന്നു. എത്ര പ്രാവശ്യം കൊടുത്തു? ഒരു പ്രാവശ്യം കൊടുത്തു, പിന്നെ ഒരു പ്രാവശ്യം കൊടുത്തു. 1 2 2 തവണ കൊടുത്തപ്പോൾ എന്റെ 8 പെന്നും പോയി. മാജിക്. അതാണ് ഡിവിഷൻ ഇസ് എ മാജിക്. അപ്പൊ എന്താണ്? 8 divided by 4 എന്ന് പറയുമ്പോൾ 2 എന്ന് കിട്ടി. അപ്പൊ ഇതാണ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് ഡിവിഷൻ മനസ്സിലായി, മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലായി. ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉള്ളത്, നിങ്ങളുടെ സ്കൂളിൽ അല്ല ആർക്കും മാത്തമാറ്റീഷ്യൻസിന് ആർക്കും അറിയില്ല ഡിവിഷൻ ബൈ 0 എന്താണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നോട്ട് ഡിഫൈൻഡ്, ND അല്ലേ? നിങ്ങളോട് ചിലപ്പോൾ അലക്സാർ ചിലപ്പോൾ ഇങ്ങനെ ഇൻഫിനിറ്റ് ഒക്കെ പറയണ്ട. നിങ്ങൾ സ്കൂളിൽ പോയി ഇൻഫിനിറ്റ് എഴുതി വെച്ചാൽ ചിലപ്പോൾ പറയും അത് എഴുതാൻ പാടില്ല. നമുക്ക് അതെന്താ കാരണം? നോൺ ഡിഫൈൻഡ് എന്തുകൊണ്ടാണ്? മാത്തമാറ്റീഷ്യൻസ് വലിയ നിങ്ങൾക്ക് 10-20 പേജിലുള്ള ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. 1ന്റെ ഡെഫിനേഷൻ ഇത്രയും അട്ടിയുള്ള ബുക്കാണ്. പക്ഷെ 0 വെച്ച് ഡിവിഷൻ അറിയില്ലേ? സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ പഠിച്ചു 0 കൊണ്ട് നമ്മളെന്താ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ കുറയ്ക്കണം. അർച്ചന മിസ്സിന് എടുത്ത് കൊടുക്കുകയാണെന്ന് എത്ര പ്രാവശ്യം പറ്റും നമുക്ക് നോക്കണം. ഇനി എനിക്ക് ഇവിടെ 4 പെന്നുണ്ട്. 4 പെന്നുണ്ട്. ഇത് മാറ്റിയെടുക്കാം. 4 പെന്ന് ഡിവൈഡഡ് ബൈ 1. വളരെ സിമ്പിൾ. 4ന് എത്ര പ്രാവശ്യം 1 ആയിട്ട്? ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 4 പ്രാവശ്യം. ഓരോ പെന്നാവുമ്പോൾ എനിക്ക് 4 പ്രാവശ്യം മിസ്സിന് കൊടുക്കാം. ഇനി 4 divided by 2 എന്താണ്? 2 എടുത്ത് വെക്കുന്ന ഒരു പ്രാവശ്യം, 2 എടുത്തത് 2 പ്രാവശ്യം. 4 divided by 2. ഓക്കെ, അതൊക്കെ വളരെ സിമ്പിൾ. ഇനി 4 divided by 0, 4 divided by 0. നമ്മുടെ ലൈറ്റ്സ് പോയാലോ? കുഴപ്പമില്ല, നമുക്ക് കണ്ടിന്യാ. 4 divided by 0. 4ൽ നിന്ന് എത്ര പ്രാവശ്യം 0 കളഞ്ഞാലാണ് ഈ 4 പോവുക? 4നെ തീർക്കണം. അപ്പൊ നമുക്ക് നോക്കാം. 4 പെന്നിന്റെ. ഓക്കെ, ഞാൻ എടുത്തു കൊടുക്കാൻ അർച്ചനാമിസിന് 0 എന്നുള്ള എടുത്ത് വെച്ചു, വീണ്ടും എടുത്ത് വെച്ചു. സന്തോഷമാവുന്നുണ്ടോ? ചോക്ലേറ്റ് ആണെന്ന് വിചാരിച്ചോ? 0 ചോക്ലേറ്റ് ഒന്നുകൂടി തരുന്നു. എത്ര തവണ തന്നു? ഇപ്പൊ 4 തവണയാ. ഓക്കെ, പറ്റൂല. അത് പറ്റൂല. എനിക്ക് 0 എടുത്ത് വെക്കാൻ പറ്റുള്ളൂ, ഒരു പെന്നും കൊടുക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ പറയും 4 എന്നുള്ള നമ്പർ അല്ല, 4 അല്ല, ഇവിടെ 8 ആയിക്കോട്ടെ, ഇവിടെ 1000 പെന്നായിക്കോട്ടെ, 0 വെച്ച് ഞാൻ അർച്ചന മിസ്സിന് കൊടുത്താൽ ഒരു ജന്മത്തും തീരൂല. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യും, സാർ അത് ഇൻഫിനിറ്റ് ആണ്. അലക്സാർ പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ ഇൻഫിനിറ്റ് ആണോ? നിങ്ങൾ ഇൻഫിനിറ്റ് തവണ ചെയ്താലും ഈ പെന്ന് ഇവിടുന്ന് തീരൂല. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ആണ് ആർക്ക് കൊടുക്കുന്നത് തീരൂല. അപ്പൊ ഇത് ഡിഫൈൻഡ് അല്ല. 0 എന്നാണ് നമ്പർ ഇന്ത്യക്കാരൻ ഇൻവെന്റ് ചെയ്തത്. അപ്പൊ ഡിവിഷൻ എന്നുള്ള സംഭവത്തിന് ആർക്കും ഇത്രയായിട്ടൊരു സൊല്യൂഷൻ ഇല്ല. അപ്പം എത്ര പെന്നുണ്ടായാലും ഡിവിഷൻ ബൈ 0 നിങ്ങൾ 0 വെച്ച് കുറച്ചാൽ ഒരു ആൻസർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത് നോട്ട് ഡിഫൈൻഡ്. ഇനി ആരെങ്കിലും നിങ്ങളോട് ചോദിക്കാൻ ഡിവിഷൻ ബൈ 0 എന്തുകൊണ്ട് പറ്റൂല? കാണിച്ചു കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് ഓരോ പെന്ന് തരാൻ പറഞ്ഞിട്ട് 0 എടുത്തിരിക്കുന്ന കൊടുക്കുക. എത്രയായാലും തീരുമില്ല. ഓക്കെ, അതാണ് 0ന്റെ കോൺസെപ്റ്റ്. ഐഡിയ മനസ്സിലായല്ലോ? ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഇതെല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ. ഓക്കെ.